This feeling of I know better than you. ശ്രീ രോഹിത് വി എസ് അദ്ദേഹം ഒരു ചലച്ചിത്ര ജീവനക്കാരനാണ്. സ്വന്തമായി 3 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ കഷ്ണിച്ചൊരുക്കിയിട്ടുണ്ട്, അതായത് ചിത്ര സംയോജനം നടത്തിയിട്ടുണ്ട്. 2017 സംഭവിച്ചിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, അതേപോലെ തന്നെ 2018 പുറത്തിറങ്ങിയിട്ടുള്ള ഇബ്ലീസ്, പിന്നീട് 2021 സംഭവിച്ചിട്ടുള്ള കളയുടെ സഹനിർമ്മാതാവ് കൂടിയാണ് രോഹിത് വി എസ്. 2023 ഘോര സാംസ്കാരിക പ്രവർത്തകനായിട്ടുള്ള ശ്രീ മൈർത്രേയന്റെ മകളും സ്വന്തമായി മേൽവിലാസം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ കുസൃതിക്കുട്ടി, പുള്ളിക്കാരി നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഈ കിർക്ക് എന്ന് പറയുന്ന സിനിമയിലാണ് ചിത്ര സംയോജനം രോഹിത് വി എസ് നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം തീർച്ചയായിട്ടും പോങ്ങ പ്രേക്ഷകർക്ക് അറിയാം. അതായത് കളയുടെ മേക്കപ്പ് മാനായിട്ടുള്ള ആവേശം എന്ന് പറയുന്ന സിനിമയുടെ മേക്കപ്പ് മാനായിട്ടുള്ള RG വയനാടൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഇവരെല്ലാം ആ ഒരു ഗണത്തിൽപ്പെടുന്ന ആളുകളാവാം. വർഗസ്നേഹമായിരിക്കാം അദ്ദേഹം പ്രകടിപ്പിച്ചത്. എന്തായാലും തന്റെ മേക്കപ്പ് മാനായിട്ടുള്ള കള എന്ന് പറയുന്ന താൻ സഹനിർമ്മാണം കൂടി നിർവഹിച്ചുകൊണ്ട് സംവിധാനം ചെയ്തിട്ടുള്ള കള എന്ന് പറയുന്ന സിനിമയുടെ മേക്കപ്പ് മാനായി പ്രവർത്തിച്ചിട്ടുള്ള RG വയനാടനെ പോലീസ് പിടിച്ചപ്പോൾ, അല്ലെങ്കിൽ എക്സൈസ് പിടിച്ചപ്പോൾ, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ അല്പമൊന്ന് മയപ്പെടുത്താൻ വേണ്ടി കൂട്ടുപിടിച്ചത് കുംഭമേളയിൽ പങ്കെടുത്ത സന്യാസിമാരെയാണ്. സന്യാസിമാർ ധാരാളമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നാണ് നമ്മുടെ ഈ രോഹിത് വി എസ് എന്ന് പറയുന്ന ബുദ്ധിമാനായിട്ടുള്ള വിഡ്ഢി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മൈർത്രേയനെ ഇവിടെ പരാമർശിച്ചത്, വാസ്തവത്തിൽ എനിക്ക് മൈർത്രേയനെ ഇവിടെ പറയേണ്ട കാര്യമില്ല. കനി കുസൃതിക്ക് സ്വന്തമായിട്ട് ഒരു മേൽവിലാസമുണ്ട്. അച്ഛന്റെ പേരിൽ അദ്ദേഹം അറിയപ്പെടേണ്ട ഒരാളൊന്നും അല്ല. എങ്കിൽ പോലും ഈ മൈർത്രേയനെ ഞാനിവിടെ പരാമർശിച്ചതിന് കാരണമുണ്ട്. മൈർത്രേയനും ഈ രോഹിത് വി എസും രാസലഹരിയെ പരാമർശിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ കഞ്ചാവിനെ കുറിച്ച് സംസാരിക്കാൻ കൂട്ടുപിടിച്ചത് കുംഭമേളയാണ് ഈ രണ്ടുപേരും. അതുകൊണ്ടാണ് കനി കുസൃതിയെ മൈർത്രേയനിലൂടെ പോകാൻ പരിചയപ്പെടുത്തിയത്. അല്ല, പരിചയപ്പെടുത്തുകയല്ല, പരാമർശിച്ചത്. എനിക്ക് തോന്നുന്നു രോഹിത് വി എസ് ഒരു ഹൈന്ദവ നിന്ന നടത്തി എന്ന് വേണമെങ്കിൽ കരുതാൻ കഴിയുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ സംസാരമെങ്കിൽ പോലും വാസ്തവത്തിൽ അങ്ങനെ അതിനെ കാണേണ്ടതായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്ക് ഈ രോഹിത് വി എസിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുഷിപ്പ് തോന്നുന്നില്ല. ഒരു വിവരദോഷി എന്നുള്ളതിന്റെ ഇളവ് നൽകാം എന്നുള്ള അർത്ഥത്തിലല്ല. അത് സ്വാഭാവികമായിട്ട് വിവരദോഷം അവിടെ കിടക്കട്ടെ, അതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഇത് സ്വാഭാവികമായിട്ടും ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പങ്കപ്പാടിന്റെ ഭാഗമായി സംഭവിക്കുന്ന നാവാട്ടുകൾ മാത്രമാണ്. അതിജീവനത്തിന്റെ ഭാഗമായിട്ടാണ്. അതായത് എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയർക്കുന്നത്തുള്ള ആന്റണി ചേട്ടൻ അന്റാർട്ടിക്കയിലേക്ക് ഒരു വിനോദ ബുദ്ധിയോടുകൂടി ഒരു യാത്ര വെച്ചു എന്ന് കൂട്ടുക. അയർക്കുന്നം പള്ളിയിൽ ഞായറാഴ്ച കുർബാന കൂടാൻ പോകുന്ന മട്ടിൽ അതേ വേഷവിധാനത്തോടുകൂടി അന്റാർട്ടിക്കയിലേക്ക് പോയി വരാൻ തീർച്ചയായിട്ടും ആന്റണി ചേട്ടന് സാധിക്കുമോ? പോകാം. പക്ഷെ പോയ പോലെ വരാൻ പറ്റുമോ? പറ്റില്ല. മയ്യപ്പെട്ടിയിലായി പോകും. അമ്മാതിരി തണുപ്പാണ് അന്റാർട്ടിക്കയിൽ. അയർക്കുന്നത്തെ കാലാവസ്ഥയല്ല അന്റാർട്ടിക്കയിലുള്ളത്. സ്വാഭാവികമായിട്ടും പെട്ടുപോകും. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടത്തേക്ക് വേണ്ടതായിട്ടുള്ള, ആ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടതായിട്ടുള്ള വസ്ത്രവിധാനത്തോടുകൂടി മാത്രമേ ആന്റണി ചേട്ടൻ അവിടെ പോയി വിനോദിച്ച് മടങ്ങാൻ പറ്റൂ. അല്ലെങ്കിൽ അവിടേക്ക് പോവാം. വിനോദ ബുദ്ധിയോടെ കൂടി പോയതിനു ശേഷം തീർച്ചയായിട്ടും മഞ്ഞിൽ ഉറഞ്ഞ് മരിച്ചതുപോലും അറിയാതെ മടങ്ങി മയ്യപ്പെട്ടിയിൽ വരേണ്ടി വരും. അപ്പോൾ അതിജീവനം എന്ന് പറയുന്ന ഒന്നിനു വേണ്ടിയിട്ടാണ് അവിടെ ഒരു വസ്ത്രമാറ്റം സംഭവിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് കേരളമാകുന്ന നമ്മളുടെ ഈ ഭൂപ്രകൃതിയിൽ, ഈ ഹരിത കേരളത്തിൽ, ഈ നവഹരിത കേരളത്തിൽ ഇവിടുത്തെ സാമൂഹ്യ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം നാവാട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നവഹരിത കേരളത്തിൽ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ അല്പസ്വല്പം കട്ടിയുള്ള ഹൈന്ദവ വിരോധത്തിൻ്റെതായിട്ടുള്ള കമ്പിളിപ്പുതപ്പ് ആർക്കായാലും ധരിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെട്ടുപോകും. PC ജോർജിനെയൊക്കെ കണ്ടില്ലേ? തിരിഞ്ഞു നോക്കുന്നുണ്ടോ ആരെങ്കിലും? നമ്മളൊക്കെ മറന്നുപോയി PC ജോർജ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ എന്നോ മരിച്ചു പോയിട്ടുള്ള ഒരു മനുഷ്യനാണ് PC ജോർജ് എന്നുള്ള മട്ടിലായിപ്പോയി മലയാളികൾ. കാരണം അത്രമാത്രം അകറ്റി നിർത്തിയിരിക്കുകയാണ് ആ മനുഷ്യൻ. ആ പേര് PC ജോർജ് എന്നുള്ള പേര് പരാമർശിച്ചാൽ പോലും സുടുഭൂമിയുടെ വിരോധത്തിന് ഇരപ്പെടുമെന്നും അതിജീവനം സാധ്യമല്ല എന്നും പറയുന്ന തരത്തിലുള്ള ഒരു ചിന്തയോടുകൂടിയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രോഹിത് വി എസ് അദ്ദേഹത്തിന്റെ അതിജീവനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് സംസാരിച്ചത്. ഇപ്പോഴത്തെ ആ കുംഭമേളയ്ക്ക് പോയിട്ടുള്ള സകല സ്വാമിമാരെയും പിടിച്ച് ജയിലിടണ്ടേ ഇവര് ഈ പറയുന്ന സാധനമാണെങ്കിൽ? ശരിയാണെങ്കിൽ ലോകം മുഴുവനും കഞ്ചാവ് ലീഗലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് ഇവരെന്താ അന്വേഷിക്കാത്തത്? കഞ്ചാവ് എന്ന് പറയുന്ന ലഹരി വസ്തു എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നിയമപരമായി വിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ ഒരുക്കി കൊടുക്കണമെന്ന മട്ടിൽ അദ്ദേഹം സംസാരിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ രോഹിത് വി എസ് എന്ന് പറയുന്ന ചലച്ചിത്ര ജീവനക്കാരൻ ഇത് നിയമപരമായിട്ട് ഇവിടെ വിൽക്കണം എന്നുള്ള മട്ടിൽ പറഞ്ഞിട്ടില്ല. സന്യാസിമാർ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഈ RG വയനാടൻ എന്ന് പറയുന്ന മേക്കപ്പ് മാനേക്കാൾ കൂടുതലായി ഉപയോഗിക്കുന്നവരാണ് സന്യാസിമാർ. അപ്പോൾ പിന്നെ ഇതൊക്കെ വെറും നിസ്സാരമല്ലേ എന്നുള്ള മട്ടിലേക്ക് ഒരു കുത്താണ് അവിടെ. അത് ഞാൻ പറഞ്ഞല്ലോ, അതിജീവന
ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്കതിനെ മറന്നു കളയാം. പക്ഷേ ഇവരൊക്കെ വിഡ്ഢികളാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാവുന്നത് അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കണം. സന്യാസിമാർ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, തോന്നലല്ല സത്യമായിട്ടും അവർ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. എല്ലാ സന്യാസിമാരുടെയും കാര്യമല്ല പറയുന്നത്. ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്ന സന്യാസിമാർ മിക്കവരും അത് ഉപയോഗിക്കുന്നവർ തന്നെയാണ്. പക്ഷെ അവരാരും പൊതു സമൂഹവുമായി ഇടപഴകി ജീവിക്കുന്ന ആളുകളല്ല. അവർ വിശ്വസിക്കുന്ന ദൈവവുമായി നേരിട്ട് പുകയിടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. മഹത് വ്യക്തികളാണ്. ആളുകൾ എന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്നില്ല, മഹത് വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അവർ സമൂഹത്തിന് ഒരു തരത്തിലുമുള്ള ഉപദ്രവവും ഉണ്ടാക്കുന്നില്ല. അവർ സാമൂഹ്യ വിരുദ്ധരോ സാമൂഹ്യ ദ്രോഹികളോ അല്ല. ഹിമാലയ സാനുക്കളിൽ എവിടെയൊക്കെയോ ആ മഞ്ഞുറഞ്ഞ മലമുകളിൽ അല്ലെങ്കിൽ ആ മല അടിവാരത്തിലും മല ഇടുക്കുകളിലുമൊക്കെ ആയിട്ട് അവർ വസിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ അയർക്കുന്നത്തെ ആന്റണി ചേട്ടൻ അന്റാർട്ടിക്കയിൽ പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയ പർവ്വതത്തിൽ അത്രയും തണുത്തുറഞ്ഞ മഞ്ഞിൽ അല്പവസ്ത്രധാരികളായിട്ട് ചില സന്യാസിമാരെ പോങ്ങൻ കണ്ടിട്ടുണ്ട്. കഞ്ചാവ് വലിച്ചാൽ അത് ആ ഒരു സിദ്ധി കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത്. കഞ്ചാവ് കൊണ്ടല്ല അവർ ആ സിദ്ധി ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ IIT ബാബ അഭയ് സിംഗ്, അദ്ദേഹം തീർച്ചയായിട്ടും അതിബുദ്ധിമാനായിട്ടുള്ള, ബുദ്ധി കൂടി അല്പസ്വല്പം കിളി പോയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ആത്മീയ രംഗത്തേക്ക് കടന്നു വന്നത് ഒരു പരിധിവരെ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളുടെ സുഗമമായിട്ടുള്ള അല്ലെങ്കിൽ സുലഭമായിട്ടുള്ള ലഭ്യതയും സുഗമമായിട്ടുള്ള ഉപയോഗ സാധ്യതയും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഈ പോങ്ങൻ. അദ്ദേഹം മോശം മനുഷ്യനെന്നല്ല പറയുന്നത്, അതിബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനാണ്. ഉയർന്ന ബുദ്ധി കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള ഏനക്കേടുകളാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അധികകാലം ഇതേ ഒരു പെരുമ നിലനിർത്തിക്കൊണ്ട്, പെട്ടെന്നാണല്ലോ അദ്ദേഹം വൈറലായത്, ഒരു സ്വാമിയായത്. ആ പെരുമ നിലനിർത്തിക്കൊണ്ട് പോകാൻ എളുപ്പമായിരിക്കില്ല അഭയ് സിംഗിന് അല്ലെങ്കിൽ IIT ബാബയ്ക്ക് എന്നുള്ളൊരു തോന്നൽ പോങ്ങനെ കൃത്യമായിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അദ്ദേഹം നിറകുടമല്ല, അതുകൊണ്ട് തുളുമ്പിപ്പോവും, വൈകാതെ തുളുമ്പും എന്ന് കരുതിക്കൊണ്ട് ഹൈന്ദവ സമൂഹത്തിനോ സന്യാസി ശ്രേഷ്ഠർക്കോ ഒന്നും യാതൊരു വിധത്തിലുമുള്ള തട്ടുകേടും അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല. എങ്കിൽ പോലും അങ്ങനൊരു ദോഷം അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് അഭയ് സിംഗിനെ കൊണ്ട് പോലും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് ദ്രോഹമൊന്നുമില്ല. അപ്പോ നമ്മളുടെ ലൗകിക ജീവിതവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പോകുന്ന ആൾക്കാർ, ഈ സമൂഹവുമായി നിരന്തരം ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, സമൂഹത്തെ സ്വാധീനിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇതുപോലെ ലഹരിക്ക് അടിമപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അത് കുംഭമേളയിൽ പങ്കെടുക്കുന്ന സന്യാസിമാർ കഞ്ചാവ് വലിക്കുന്നതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളുടെ സന്യാസി വര്യന്മാരാരും തന്നെ സമൂഹത്തിന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, സാമൂഹ്യ വിപത്താവുന്നില്ല, സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നില്ല. അവർ അവരുടെ ദൈവവുമായി നേരിട്ട് കൊടുക്കൽ വാങ്ങലുകൾ നടത്തിക്കൊണ്ട് സമൂഹത്തിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കണം. അതുപോലല്ല സിനിമാ പ്രവർത്തകർ. സമൂഹത്തെ സ്വാധീനിക്കുന്ന സിനിമാ പ്രവർത്തകർ ഇതുപോലുള്ള തെണ്ടിത്തരങ്ങൾ കാണിച്ചാൽ, ഇതുപോലുള്ള ലഹരി ഇടപാടുകളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വിമർശിക്കപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്. അത് ശിക്ഷാർഹമായിട്ടുള്ള പ്രവൃത്തിയാണ്. സ്വാഭാവികമായിട്ടും അതിനെ ആ നിലയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ കുംഭമേളയിലെ സന്യാസിമാർ കഞ്ചാവ് വലിക്കുന്നു എന്ന് പറയരുത്. ആ സന്യാസിമാരാരും തന്നെ അവർ ലൗകിക ജീവിതം നയിക്കുന്ന ആളുകളെ അവരുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല. സന്യാസി വര്യന്മാരാവാത്തവരെ വധിക്കാൻ നടക്കുന്നില്ല. ഒരു തരത്തിലുള്ള ഉപദ്രവവും അവരാരും തന്നെ ഈ സമൂഹത്തിന് ചെയ്യുന്നില്ല, വ്യക്തികൾക്ക് ചെയ്യുന്നില്ല. അവർ വലിച്ചോട്ടെ. കഞ്ചാവ് ഇവിടെ നിയമപരമാക്കിയാൽ തന്നെ ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മളുടെ സമൂഹം അത്രമാത്രം സംസ്കൃതീകരിക്കപ്പെട്ടതാവണം, അത്രമാത്രം പുരോഗമന ബുദ്ധമാവണം, അത്ര പരിഷ്കൃത ഭാവമുള്ളവരാവണം. ഇതിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കിക്കൊണ്ട്, ഇതിൻ്റെ മിതമായിട്ടുള്ള അളവ് എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട്, പാകത്തിന് മിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാനസികാരോഗ്യമുള്ള ഒരു സമൂഹത്തിലാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ളത് നല്ലത് തന്നെയാണ്. പോങ്ങമൂടൻ എന്ന് പറയുന്ന ഈ മഹാപോങ്ങൻ, മുത്തുപോങ്ങൻ, കള്ളുകുടി നിർത്തിയതിന്റെ പിന്നിൽ ഒറ്റ കാര്യമുള്ളൂ, ഒരു തിരിച്ചറിവ്. മദ്യപിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന യോഗ്യത പോലും പോങ്ങനില്ല എന്ന് പറയുന്ന തിരിച്ചറിവിൽ നിന്നാണ് പോങ്ങൻ മദ്യപാനം വേണ്ടാന്ന് വെച്ചത്, ഒഴിവാക്കിയത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മാട് കാടി കുടിക്കുന്ന പോലെയാണ് പോങ്ങൻ കള്ളു കുടിച്ചുകൊണ്ടിരുന്നത്. ലഹരിയോടുള്ള എന്റെ ബഹുമാനം കൊണ്ടാണ് ഞാൻ ലഹരി ഉപേക്ഷിച്ചത്. കുടിക്ക് കൊള്ളുന്നവനല്ല ഞാനെന്ന് പറയുന്ന എന്റെ തിരിച്ചറിവിൽ നിന്നാണ്. രാസലഹരിയുടെ കാര്യമല്ല പറയുന്നത്, കഞ്ചാവിന്റെ കാര്യമാണ് പറയുന്നത്. ഈ കഞ്ചാവ്
മാന്യമായ നിലയിൽ ഉപയോഗിക്കാൻ അറിയാവുന്ന എത്ര പേർ നമുക്കിടയിലുണ്ട്? ഇപ്പോൾ ഇതൊക്കെ വലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ആരുടെയൊക്കെയോ സ്വാധീനത്തിൻ്റെ പുറത്ത് ഇതൊക്കെ എന്തോ വലിയ കേമപ്പെട്ടതാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ്. കുംഭമേളയിൽ പങ്കെടുക്കുന്ന ഒരു സന്യാസി വര്യൻ്റെ മനോഭാവത്തോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യാൻ യോഗ്യതയുള്ള എത്ര പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്? സാമൂഹ്യ വിപത്താവാതെ, കുടുംബത്തിന് ദ്രോഹം ചെയ്യാതെ കഴിയുന്ന ആളുകൾ എത്ര പേരുണ്ട്? നമ്മുടെ സന്യാസിമാരൊന്നും കുടുംബജീവിതം നയിക്കുന്നവരല്ല, അവരടുത്ത തലമുറയെ വളർത്തി വാർത്തെടുക്കുന്നവരല്ല. അതുപോലല്ലോ കുടുംബജീവിതം നയിക്കുന്ന, കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യ ജീവികളായിട്ടുള്ള ഈ സിനിമാക്കാരടങ്ങുന്ന ഈ സംഘം എന്ന് പറയുന്നത്, നമ്മളെന്ന് പറയുന്നത്, നമുക്കൊക്കെ അങ്ങനെ യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനമാണോ? അല്ല. അതുകൊണ്ടാണ് ഈ പൊട്ടന്മാർ ഇതുപോലുള്ള വിഡ്ഢിതങ്ങൾ പറയുമ്പോൾ കൈയടിക്കാൻ കുറയാണ്. ഈ ഊളകളെയൊന്നും ഞാനത് കാര്യമാക്കുന്നില്ല. ഇവനെ പൊക്കിക്കൊണ്ട് നടപ്പം രോഹിത് VS എന്തോ വലിയ ഗംഭീരമായ വർത്തമാനം പറഞ്ഞു. വിവരത്തിൻ്റെ അംശം തലയിലില്ലാത്തവന്മാരല്ലേ ഇവര്. അതുകൊണ്ട് ഈ പറയുന്ന വിഡ്ഢിത്തം അവസാനിപ്പിക്കുക. കുംഭമേളയിൽ പങ്കെടുക്കുന്ന സന്യാസിമാർ തീർച്ചയായിട്ടും കഞ്ചാവ് വലിക്കുന്നുണ്ടാവും, അവരുടെ കൈവശം കഞ്ചാവിൻ്റെ ശേഖരമുണ്ടാവും. പക്ഷേ അവർ സാമൂഹ്യ ദ്രോഹികളല്ല, സമൂഹത്തിന് വിപത്താവുന്നില്ല, സമൂഹത്തിൽ കലർന്നവർ ജീവിക്കുന്നുമില്ല. നമ്മളവരെ കാണുന്നു പോലുമില്ല, അവരെവിടാണെന്ന് പോലും അറിയില്ല. അവർ ആത്മീയവാദികളായിട്ടുള്ള ആളുകളാണെന്ന് പറയുമ്പോൾ പോലും അവരവരുടെ സിദ്ധാന്തമോ വേദാന്തമോ അവരുടേതായിട്ടുള്ള ഒരു ആത്മീയ ബുദ്ധിയോ സമൂഹത്തിലാകമാനം പടർത്തണമെന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി നടക്കാറുമില്ല. അവരൊതുങ്ങി ജീവിക്കുന്നു, അവരവരുടെ സ്വത്വവുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം അവർ നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ സമൂഹത്തിൽ നിന്ന് വളരെ അകന്നു മാറിയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് മേലിൽ ഇതുപോലുള്ള വിഡ്ഢിത്തം പറയരുത്. ഒരു ഹിന്ദു ആയിരിക്കാൻ കഴിയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു മനുഷ്യനായിട്ട് ഒരാൾക്ക് ജീവിച്ചു മരിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമാണ്. ഈ രോഹിത് VSനെ പോലുള്ള വിഡ്ഢികൾക്ക് പോലും ഇതുപോലുള്ള വിവരദോഷം വിളമ്പാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇത് പറയുന്നത് ഹിന്ദു സമൂഹം, അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ വിഡ്ഢിത്തത്തിന് ഇരപ്പെടുന്നത് ഹിന്ദു സമൂഹം ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവനൊക്കെ ഇതുപോലുള്ള വിവരദോഷം വിസർജിക്കുന്ന നാവുമായി ഇവിടെ തന്നെ ഇങ്ങനെ പുലരാൻ സാധിക്കുന്നത്. അവയവ ഭംഗം കൂടാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹിന്ദു വളരെ ഭൂരിപക്ഷമായി നിലവിൽ കഴിഞ്ഞു പോകുന്ന ഒരു സമൂഹമാണ് നമ്മൾ എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മേലിൽ ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങൾ പറയരുത്. സന്യാസിമാർ കഞ്ചാവ് വലിക്കുന്നത് പോലല്ല സമൂഹത്തെ വലിയ നിലയിൽ സ്വാധീനിക്കുന്ന സിനിമാക്കാരും അതുപോലെ മറ്റ് കണാപ്പന്മാരും ഇത് വലിച്ചുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്കാർക്കും കഞ്ചാവ് വലിക്കാനോ രാസലഹരി ഉപയോഗിക്കാനോ ഉള്ള മാനസിക വലിപ്പമോ അതിനു വേണ്ടുന്ന പാകതയോ അതിനു വേണ്ടുന്ന പക്വതയോ അതിനു വേണ്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള യോഗ്യതയോ അർഹതയോ ഒന്നും നിങ്ങൾക്കില്ല. എന്നാൽ കുംഭമേളയിൽ പങ്കെടുക്കുന്ന സന്യാസിമാർക്ക് അതെല്ലാം ഉണ്ട്. അത്രയേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ആ ഉദാഹരണം നിന്റെ അമ്മൂമ്മയുടെ ആ ഒരു Seguido me verán por LA navegar con un perfil bajo de andar. Traigo placas verdes buenamente siempre al frente y bien pendientes listos para accionar. No soy de problemas pero si buscan encuentran la pacata nunca de faltar. Y bien blancos son en el Acura 905 les de arremangar. നിന്റെ കളബുദ്ധിക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നിടത്തല്ല ഈ പറയുന്ന സന്യാസി വര്യന്മാരുടെ ലോകം എന്ന് പറയുന്നത്. അത് നീ കഴുത്തെത്തി നോക്കിയാൽ കാണാവുന്നതല്ല. നിന്റെ ബുദ്ധി കൊണ്ട് നിനക്ക് തൊടാൻ പറ്റുന്ന ഇടമല്ല അത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നായിൻ്റെ മോനെ, നീ ഇതുപോലുള്ള വർത്തമാനങ്ങൾ നിർത്തിയിട്ട് മര്യാദയ്ക്ക് നിനക്കറിയാവുന്ന പണി അത് ചെയ്ത് പുലരാൻ നോക്കുക. നീ എത്ര കാലം ഇങ്ങനെ ഈ സുടുകുതത്തിൽ ഇങ്ങനെ കിന്നരം വായിച്ചുകൊണ്ട് ജീവിക്കും? അത്രേ പോകന് ചോദിക്കാനുള്ളൂ, അത് മാത്രമേ പോകന് ചോദിക്കാനുള്ളൂ. കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. ഇത് പോങ്ങൻ്റെതായിട്ടുള്ള ഒരു പോങ്സ്കൃത ശൈലിയല്ല, പക്ഷേ വിഷയം ഇതായതുകൊണ്ടും പറയേണ്ടത് ഇവനെക്കുറിച്ചായതുകൊണ്ടും ഞാനിങ്ങനെ പറയുകയാണ് ചെയ്തത്. അതുപോലെ ഈ മൈത്രേയൻ എന്ന് പറയുന്ന മഹാമനുഷ്യൻ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഒന്ന് ആദരിച്ചു കൊടുത്താലോ എന്ന് പറയുന്ന പ്രതീതി ഇടക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് മൈത്രേയൻ. ചിലപ്പോൾ മൈത്രേയൻ പറയുന്നത് കേൾക്കുമ്പോൾ പോകാൻ തോന്നിയിട്ടുണ്ട്, ഇയാളെ ഒന്ന് ആദരിച്ചാലോ, അല്പം ഒന്ന് ഇയാളെ ബഹുമാനിച്ചാലോ എന്ന്. പക്ഷേ ഈ കുംഭമേള പരാമർശത്തോടു കൂടി ഇത് വെറും കിഴങ്ങനാണ് എന്ന് പറയുന്ന ബോധ്യം പോകാനുണ്ടായി. അതാണ് സത്യം. അത് കുംഭമേള പറഞ്ഞതുകൊണ്ടല്ല കേട്ടോ, അല്ലെങ്കിൽ ഹൈന്ദവ വിരോധം പറഞ്ഞതുകൊണ്ടല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്.
ഞാൻ പറഞ്ഞതിന് വേറൊരു അർത്ഥമുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെയാണ്, സന്യാസിമാരെ എന്തിനാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഗണിക്കുന്നത്? അവർ നമ്മളുടെ സമൂഹത്തിൽ പെട്ടവരല്ലെന്നേ. അവരും അങ്ങനെ വിചാരിക്കുന്നില്ല. അവർ അവരുടേതായിട്ടുള്ള ഒരു അജണ്ടയും വെച്ചുകൊണ്ട് അവർ ജീവിക്കുന്നില്ല. സിനിമാക്കാർ അങ്ങനെയാണോ? ഈ രോഹിത് വി എസ് അവൻ്റെ കലാപ്രവർത്തനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സൂക്ഷ്മമായിട്ട് ഇവൻ ചെയ്ത സിനിമകളൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, അക്ഷരം തെറ്റാതെ ഒരു കാര്യം എഴുതാൻ കഴിയാത്ത ഒരു സുഡുബുദ്ധൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് സമാനമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ചലച്ചിത്രാവിഷ്കാരം നൽകിയാൽ എങ്ങനെയിരിക്കുമോ അതുപോലൊക്കെയുള്ള ആശയങ്ങളും മറ്റുമൊക്കെയാണ് ഇവനെ പോലെ കണാപ്പന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കിഴങ്ങന്മാരെക്കുറിച്ച് കൂടുതലായിട്ട് എന്തു പറയാനാണ്? അതുകൊണ്ടാണ് പോങ്ങൻ ഈ വിഷയത്തിൽ ഒരു കുറച്ച് കടന്നു പറഞ്ഞു പോയത്. അതുകൊണ്ടാണ് പോങ്ങൻ്റെ പതിവ് പ്രേക്ഷകർ ആർക്കെങ്കിലും പ്രയാസം തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക പോങ്ങനോട്. കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അത്രയേ ഉള്ളൂ. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. My dear friend, wake up.